ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരങ്ങളെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു പോയി. കർത്താവേ, അങ്ങേ കാരുണ്യം ഞങ്ങൾക്കു കാണിച്ചു തരണമേ. അങ്ങേ രക്ഷ ഞങ്ങൾക്കു നൽകുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്കു നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പാപത്തിൻ്റെ നുകത്താലുള്ള പഴയ അടിമത്തത്തിൻ്റെ ഭാരത്താൽ ഉഴലുന്ന ഞങ്ങളെ അങ്ങേ ഏകജാതൻ്റെ കാത്തിരുന്ന തിരുപ്പിറവ് വഴി സ്വതന്ത്രരാക്കാൻ കനിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവൻ്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്നാരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാട് കടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ,
അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മിഷ്ഠതയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മിഷ്ഠതയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ച് വളരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. നീതി വിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോട് പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. അവൻ്റെ കാലത്ത് നീതി തഴച്ച് വളരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ച് വളരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ഹല്ലേലൂയ. മോസസിന് സീനായിൽ വെച്ച് പ്രണാമം നൽകിയ ഇസ്രായേലിൻ്റെ നിയന്താവേ, ഞങ്ങളെ രക്ഷിക്കുവാൻ കൈ ഉയർത്തി വരിക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രവും ചിന്താ വിഷയവും വിശുദ്ധ യൗസപിതാവാണ്. ഗർഭിണിയായ മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കുവാൻ മടിക്കരുത് എന്ന് മാലാഖ പറയുന്നതോടെ ആരംഭിക്കുന്ന യൗസേപ്പിൻ്റെ ഒരു റോൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് മുമ്പ് തന്നെ അവസാനിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരണവും നാം സുവിശേഷങ്ങളിൽ കാണുന്നില്ല. നിശബ്ദതയിലൂടെ
അവൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബൈബിളിൽ വിശുദ്ധ സുവിശേഷ ഭാഗത്ത് ഒരു വാക്ക് പോലും ഉരയാടാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂക്കാ സുവിശേഷകനും മത്തായി സുവിശേഷകനും ഈ ഔസേപ്പിനെ നീതിമാൻ എന്നാണ് വിശേഷിപ്പിക്കുക. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആരാണാവോ പാലിക്കുന്നത് അവനാണ് ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനും സ്വർഗരാജ്യത്തിൽ അവകാശിയുമായി മാറുന്നത്. എന്നാൽ മത്തായി സുവിശേഷകൻ യൗസേപ്പിനെ നീതിമാൻ മാത്രമല്ല ഒരു വ്യത്യസ്തനായ നീതിമാനായി അവതരിപ്പിക്കുന്നുണ്ട്. കാരണം നല്ല യഹൂദനാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായും പാലിക്കുന്ന നീതിമാനായ യഹൂദനാണെങ്കിൽ, ഒരു സ്ത്രീ ഭർത്താവില്ലാതെ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനായി അധികാരികൾക്ക് വിട്ടുകൊടുക്കണം. എന്നാൽ യൗസേപ്പ് അത് ചെയ്യുന്നില്ല. മാത്രമല്ല, അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിക്കുകയാണ്. കാരണം അവൾക്ക് യാതൊരുവിധ ആപത്തും ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് അവളെ ഊരറിയാതെ, ആളുകളറിയാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന ആ മനുഷ്യൻ്റെ വലിയ മനസ്സാണ് വിപ്ലവകാരിയായ ഒരു നീതിമാൻ്റെ അടയാളമായി മാറുന്നത്. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. കാരണം മറിയം ഗർഭിണിയാകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. അതുകൊണ്ട് മാലാഖ പറയുന്നു, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അങ്ങനെ മറിയത്തെ അവൻ ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി അവളെ ഭാര്യയായി സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജനിക്കുന്ന കുഞ്ഞിൻ്റെ വളർത്തുപിതാവായും ആ കുഞ്ഞിൻ്റെ കാവൽക്കാരനായും യൗസേപ്പ് പിതാവ് മാറുകയാണ്. ആഗമനകാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ സഭാമാതാവ് യേശുവിനെ നമ്മിലേക്ക് സ്വീകരിക്കുവാനായി ഇന്ന് മാതൃകയായി നൽകുന്നത് ഔസേപ്പ് പിതാവിനെയാണ്. ഫ്രാൻസിസ് പാപ്പ ഈ ഒരു വർഷകാലം, അതായത് ഡിസംബർ മാസം 8 മുതൽ അടുത്ത ഡിസംബർ 8 വരെയും യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. മാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും അറിഞ്ഞതാണ്. കാരണം സഭയുടെ പാലകനാണ്, സംരക്ഷകനാണ്. ഇന്ന് ഔസേപ്പ് പിതാവിൻ്റെ സംരക്ഷണവും ഔസേപ്പ് പിതാവിൻ്റെ മാതൃകയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണവും സഭയിൽ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പാപ്പ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുക. ഇന്ന് നമ്മൾ ഔസേപ്പ് പിതാവിനെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വിശിഷ്ട ഗുണങ്ങളായ നീതിമാനും അതുപോലെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിനുമായ ഗുണങ്ങളെ നമ്മൾ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ഗുണങ്ങളറിയാം. ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ അത് എത്രയും വേഗം സോഷ്യൽ മീഡിയയേക്കാൾ അധികമായി എങ്ങനെ പരസ്യപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമുക്കുള്ളത്. മാത്രമല്ല, അവരനെ അപമാനിക്കുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. അവർക്കെല്ലാവർക്കും ഔസേപ്പ് പിതാവ് ഒരു മാതൃകയായി തീരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. എല്ലാം തന്നെയും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനിയായും ദൈവത്തെ അറിയുന്നവനായും ദൈവത്തിൻ്റെ മകനായും വിശ്വാസത്തിൽ ആഴപ്പെട്ടവനുമായി മാറുന്നത്.
ഈ ഗുണങ്ങൾ നമ്മളും സ്വന്തമാക്കുന്നതിലൂടെ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതല്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനും അവരുടെ സന്തോഷത്തിൽ അവർ സന്തോഷിക്കുവാനായി എനിക്ക് വേദന സഹിക്കേണ്ടി വന്നാൽ പോലും അവയെല്ലാം ഔഷപിതാവിൻ്റെ ഉപദേശത്തിലൂടെ കർത്താവെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി തുറന്നർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിതത്താരത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കണമേ കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കണമേ വൈദികൻ തൻ തിരുകൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ. വൈദികൻ തൻ തിരുകൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ നിർമ്മലമല്ലിലും ജീവിതം അർച്ചനയാവണം ദൈവമേ. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്കായി അർപ്പിക്കപ്പെടേണ്ട ഈ ബലി ഞങ്ങളെ അങ്ങേ നാമത്തിന് സ്വീകാര്യരാക്കട്ടെ. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ നശ്വരത നിവാരണം ചെയ്ത ക്രിസ്തു അവിടുത്തെ അനശ്വരതയിൽ പങ്കാളികളാകാൻ ഞങ്ങളെയും യോഗ്യരാക്കുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംഭവിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ
നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുപത അധ്യക്ഷന്മാരായ സുസൈപ്പാക്യ മെത്രാപ്പൊലീത്തയോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിക്കടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദിവ്യകാരുണ്യമായിൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയാ ഒരു
ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സുരുവിൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ, ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സുരുവിൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സുരുവിൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾക്ക് അങ്ങേ കരുണ ലഭിക്കാനും ഞങ്ങളുടെ രക്ഷയുടെ ആഗതമാകുന്ന മഹോത്സവം ഉചിതമായ ആദരത്തോടെ വരവേൽക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുലേണമേ. നാളെ ശനിയാഴ്ച രാവിലെ പതിവ് പോലെ ദിവ്യബലി ഉണ്ടായിരിക്കും. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ കുമ്പസാരത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. 3 വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നന്മ നീരുമമ്മ വിണ്ണിൻ രാജകന്യാ, ധന്യാ സർവവന്യാ